നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനി. നമസ്തേ സാരസ്വതേ ദേവി ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 82. ദ്രൗപദി കൃഷ്ണന്റെ റാണിമാരെ കാണുന്നു. പേജ് നമ്പർ 803. കൃഷ്ണനെ കാണാൻ അനേകം സന്ദർശകരെത്തിയിരുന്നു. അക്കൂട്ടത്തിൽ രാജാ യുധിഷ്ഠിരന്റെ നേതൃത്വത്തിൽ പാണ്ഡവരുമുണ്ടായിരുന്നു. ഗോപിമാരോട് സംസാരിച്ച് അവർക്കു ഏറ്റവും വലിയ വരദാനവും നൽകിയ ശേഷം ഭഗവാൻ കൃഷ്ണൻ തന്നെ കാണാനെത്തിയ രാജാ യുധിഷ്ഠിരനെയും മറ്റു ബന്ധുക്കളെയും സ്വാഗതം ചെയ്യാനെത്തി. ആദ്യം അദ്ദേഹം അവരുടെ ക്ഷേമത്തെക്കുറിച്ചന്വേഷിച്ചു. വാസ്തവത്തിൽ കൃഷ്ണന്റെ പാദപത്മങ്ങൾ ദർശിക്കുന്നവർക്കു ദുർഭാഗ്യത്തിൻ്റെ പ്രശ്നമേയില്ല. എങ്കിലും സാമാന്യ മര്യാദയുടെ പേരിൽ ഭഗവാൻ കൃഷ്ണൻ രാജാ യുധിഷ്ഠിരനോട് അങ്ങനെ ചോദിച്ചു എന്നേയുള്ളൂ. ഇങ്ങനെയൊരു സ്വീകരണം ലഭിച്ചതിൽ സന്തുഷ്ടനായ രാജാവ് ഭഗവാനോട് പറഞ്ഞു, പ്രിയപ്പെട്ട ഭഗവാനെ കൃഷ്ണ, പൂർണ്ണമായ കൃഷ്ണാവബോധത്തിൽ കഴിയുന്ന മഹാത്മാക്കളും ഭക്തന്മാരും സദാ അവിടുത്തെ പാദപത്മങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അതീന്ദ്രിയമായ പരമാനന്ദാമൃതം ആസ്വദിച്ചു തൃപ്തിയടയുകയും ചെയ്യുന്നു. അവർ നിരന്തരം പാനം ചെയ്യുന്ന അമൃതം അങ്ങയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ അവരുടെ നാവിൽ നിന്നു പുറത്തുവന്നു മറ്റുള്ളവരുടെ മേൽ തളിക്കപ്പെടുന്നു. ഇതു പാനം ചെയ്യാൻ ഭാഗ്യം സിദ്ധിക്കുന്ന ഭക്തൻ ജനന മരണങ്ങളുടെ നിരന്തരമായ യാത്രയിൽ നിന്നു തത്ക്ഷണം മുക്തനായി തീരും. അത്രയ്ക്ക് ശക്തമാണത്. അങ്ങയുടെ വ്യക്തിത്വത്തെ മറന്നു പോകുന്നതാണു ഞങ്ങളുടെ ഭൗതികാസ്തിത്വത്തിനു കാരണം. എന്നാൽ ഭാഗ്യവശാൽ അങ്ങയുടെ മഹിമാനങ്ങൾ കേൾക്കാനുള്ള സവിശേഷാനുകൂല്യം സിദ്ധിച്ചാൽ വിസ്മൃതിയുടെ അന്ധകാരം തക്ഷണം വിട്ടുമാറുന്നു. അങ്ങനെയിരിക്കെ പ്രിയപ്പെട്ട ഭഗവാനെ, സദാ അങ്ങയുടെ മഹിമാനങ്ങൾ കേൾക്കുന്നതിൽ വ്യാപൃതനായിരിക്കുന്നയാൾക്കു ദൗർഭാഗ്യമുണ്ടാകാൻ സാധ്യതയെവിടെ? ഞങ്ങൾ പൂർണ്ണമായും അങ്ങയെ ശരണം പ്രാപിക്കുകയും അങ്ങയുടെ പാദാരവിന്ദങ്ങളല്ലാതെ ഞങ്ങൾക്ക് മറ്റ് അഭയമൊന്നുമില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങളുടെ സൗഭാഗ്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് തികഞ്ഞ വിശ്വാസമുണ്ട്. പ്രിയപ്പെട്ട ഭഗവാനെ, സീമാതീതമായ ജ്ഞാനത്തിൻ്റെയും അതീന്ദ്രിയമായ പരമാനന്ദത്തിൻ്റെയും സാഗരമാണങ്ങ്. ഭൗതിക ജീവിതത്തിലെ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നീ 3
താത്കാലികാവസ്ഥകളിലാണ് മനഃസൃഷ്ടിയുടെ പ്രവർത്തന ഫലം നിലകൊള്ളുന്നത്. എന്നാൽ കൃഷ്ണാവബോധത്തിൽ ഈ അവസ്ഥകൾക്കു നിലനിൽപ്പില്ല. കൃഷ്ണാവബോധത്തിൻ്റെ അനുശീലനം ഇത്തരം പ്രതിപ്രവർത്തനങ്ങളെ നിഷ്ഫലമാക്കി തീർക്കും. മുക്താത്മാക്കളുടെയെല്ലാം ആത്യന്തിക ലക്ഷ്യം അവിടുന്നാണ്. സ്വന്തം അന്തരംഗ ശക്തിയായ യോഗമായ ഉപയോഗിച്ച് തൻ്റെ സ്വതന്ത്രമായ ഇച്ഛയ്ക്കൊത്തു മാത്രമാണ് അവിടുന്ന് ഈ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത്. ജീവിതത്തിൻ്റെ വൈദിക തത്വങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി അങ്ങ് ഒരു സാധാരണ മനുഷ്യനായി ആവിർഭവിക്കുകയും ചെയ്തു. അവിടുന്ന് പരമപുരുഷനാകയാൽ അങ്ങയെ പൂർണ്ണമായി ശരണം പ്രാപിക്കുന്നവനു ദൗർഭാഗ്യമുണ്ടാവുകയുമില്ല. ഭഗവാൻ കൃഷ്ണൻ വിവിധ വിഭാഗത്തിൽപ്പെട്ട സന്ദർശകരെ സ്വീകരിക്കുന്ന തിരക്കിലും അവരൊക്കെ ഭഗവാനു പ്രണാമങ്ങൾ അർപ്പിക്കുന്നതിൽ വ്യാപൃതരും ആയിരിക്കുമ്പോൾ കുരുവംശത്തിലെയും യദുവംശത്തിലെയും സ്ത്രീകൾ പരസ്പരം കാണുന്നതിനും ഭഗവാൻ കൃഷ്ണൻ്റെ അതീന്ദ്രിയമായ ലീലാവിലാസങ്ങളെക്കുറിച്ച് സംസാരിക്കാനും ആ അവസരം വിനിയോഗിച്ചു. ഭഗവാൻ കൃഷ്ണൻ്റെ ഭാര്യമാരോട് ദ്രൗപദിയാണ് ആദ്യം സംസാരിച്ചത്. പ്രിയപ്പെട്ട രുക്മിണി, ഭദ്രേ, ജാംബവതി, സത്യേ, സത്യഭാമേ, കാളിന്തി, ശൈബ്യേ, ലക്ഷ്മണേ, രോഹിണി, ഭഗവാൻ കൃഷ്ണൻ്റെ മറ്റു പത്നിമാരെ, പരമപുരുഷനായ ഭഗവാൻ കൃഷ്ണൻ നിങ്ങളെ ഭാര്യമാരായി സ്വീകരിച്ചതും സാധാരണ മനുഷ്യരുടെ വിവാഹ ചടങ്ങുകളോടെ നിങ്ങളെ വിവാഹം കഴിച്ചതും എങ്ങനെയാണെന്നു ദയവായി പറഞ്ഞു തരാമോ? ഹരേ കൃഷ്ണ.